അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന് ശേഷം ലഭിക്കുന്ന സുവർണ അവസരമാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPT. എന്നാൽ ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് അമേരിക്കയിൽ തുടരാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് US അധികൃതർ. അടുത്തിടെ നടന്ന പരിശോധനയിൽ 100 കണക്കിന് വ്യാജ കമ്പനികളും അവയിൽ ജോലി ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തിയ 10,000-ഓളം വിദ്യാർത്ഥികളും പിടിയിലായതാണ് റിപ്പോർട്ടുകൾ വന്നത്. അമേരിക്കയിൽ F1 വിസയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രായോഗിക പരിചയം നേടാൻ അനുവദിക്കുന്ന ഒന്നാണ് OPT. സാധാരണഗതിയിൽ 12 മാസമാണ് ഇതിന്റെ കാലാവധി. എന്നാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് ഇത് 24 മാസം കൂടി നീട്ടിക്കിട്ടും. അതായത് ആകെ 3 വർഷം വരെ അവർക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാം. മിക്കവർക്കും ഇത് പിന്നീട് H1B വിസയിലേക്കും ഗ്രീൻ കാർഡിലേക്കുമുള്ള ഒരു പാലമാണ്. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നറിയപ്പെടുന്ന കർശനമായ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പരിശോധന നടന്ന പല സ്ഥലങ്ങളിലും കമ്പനികളുടെ മേൽവിലാസമുണ്ടെങ്കിലും അവിടെ ഓഫീസുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടായിരുന്നില്ല. അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളും ഒഴിഞ്ഞ മുറികളുമാണ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിച്ചത്. ഓരോ ചെറിയ കെട്ടിടത്തിനും തന്നെ 10-20 കമ്പനികൾ പ്രവർത്തിക്കുന്നതായും രേഖകളിൽ കാണുന്നു. വാസ്തവത്തിൽ അവിടെ യാതൊരു ബിസിനസ്സും നടക്കുന്നില്ല. പല സംശയാസ്പദമായ കമ്പനികളുടെയും പ്രധാന ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ ഇരുന്നാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയിൽ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. രേഖകളിൽ കേവലം 3 ജീവനക്കാർ മാത്രമുള്ള ഒരു ചെറിയ കമ്പനിയിൽ 500-ലധികം OPT വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. പലപ്പോഴും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും നല്ലൊരു ജോലി കണ്ടെത്താൻ കഴിയാത്ത വിദ്യാർത്ഥികൾ തൊഴിലില്ലാത്ത അവസ്ഥ ഒഴിവാക്കാൻ ഇത്തരം കൺസൾട്ടൻസികളെ സമീപിക്കുന്നുണ്ട്. ചില കൺസൾട്ടൻസികൾ പണം വാങ്ങി വ്യാജ ഓഫർ ലെറ്ററുകൾ നൽകുകയും അവരുടെ കമ്പനിയുടെ പേര് വിദ്യാർത്ഥിയുടെ SVIS റെക്കോർഡിൽ ചേർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് നിയമവിരുദ്ധമാണ്. കബളിപ്പിക്കപ്പെട്ടതാണെങ്കിൽ പോലും വ്യാജ കമ്പനിയുടെ പേര് നൽകുന്നത് വഴി വിദ്യാർത്ഥിക്ക് ഫ്രോഡ് കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടേക്കാം. ഈ സാഹചര്യത്തിൽ നിയമപരമായി ബിസിനസ് നടത്തുന്ന തൊഴിലുടമകൾ പോലും തങ്ങളുടെ കീഴിലുള്ള OPT വിദ്യാർത്ഥികളുടെ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ICA നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇനി പറയുന്നത്. ഫോം 1 893 കൃത്യത. STM OPT വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ട്രെയിനിങ് പ്ലാൻ യഥാർത്ഥമായിരിക്കണം. വിദ്യാർത്ഥി എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ആര് മേൽനോട്ടം വഹിക്കുന്നു, അവരുടെ ശമ്പളം എത്രയാണ് തുടങ്ങിയ വിവരങ്ങൾ സത്യസന്ധമായിരിക്കണം. രണ്ടാമത്തത് ഫിസിക്കൽ സൈറ്റ് പ്രസൻസ്. ജോലി ചെയ്യുന്ന സ്ഥലം നിലവിലുള്ളതും പ്രവർത്തനക്ഷമവുമാണെന്ന് ഉറപ്പാക്കണം. വെർച്വൽ ഓഫീസുകൾ മാത്രം കാണിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ വലിയ നിരീക്ഷണത്തിലാണ്. ജോലി സ്ഥലത്ത് നേരിട്ടുള്ള സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. മൂന്നാമത്തത് SVIS റിപ്പോർട്ടിംഗ്. വിദ്യാർത്ഥിയുടെ ജോലിയിലോ സ്ഥാനത്തോ ശമ്പളത്തിലോ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അത് ഉടനടി റിപ്പോർട്ട് ചെയ്യണം. മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് കമ്പനിക്കും വിദ്യാർത്ഥിക്കും ഒരുപോലെ വിനയാകും. അമേരിക്കൻ ഇമിഗ്രേഷൻ വിഭാഗം ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് ഇനി ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ F1 വിസ ഉടനടി റദ്ദാക്കപ്പെടും. രണ്ടാമത്തെ കാര്യം ഡീപ്പോർട്ടേഷനാണ്. നിയമവിരുദ്ധമായി തുടരുന്നവരെ ഉടൻ തന്നെ രാജ്യം വിടാൻ ഉത്തരവിടുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെറ്റായ വിവരങ്ങൾ നൽകി അധികൃതരെ കബളിപ്പിച്ചു എന്ന കുറ്റം ചാർത്തപ്പെട്ടാൽ ഭാവിയിൽ മറ്റൊരു വിസയ്ക്കും ഇവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഗ്രീൻ കാർഡ് നടപടികളെയും ഇത് സാരമായി ബാധിക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പരിശോധിക്കണം. അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നവരും ഇപ്പോൾ ഇവിടെയുള്ളവരും താഴെ പറയുന്ന അല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം. ഒന്നാമത്തെ കാര്യം, കൺസൾട്ടൻസികളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണം. അവർക്കൊരു ഫിസിക്കൽ ഓഫീസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. രണ്ടാമതായി, സൗജന്യ സേവനങ്ങൾ സംശയിക്കണം. ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങുന്നതോ ജോലി ചെയ്യാതെ തന്നെ ശമ്പളരേഖ ഉണ്ടാക്കി നൽകാമെന്ന് പറയുന്നതോ ആയ കമ്പനികൾ 100% തട്ടിപ്പാണ്. മൂന്നാമത്തത്, രേഖകൾ കൃത്യമായി സൂക്ഷിക്കണം. അതായത് ഓഫർ ലെറ്ററുകൾ, പേ സ്ലിപ്പുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ കൃത്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. യൂണിവേഴ്സിറ്റി ഉപദേശകരുടെ സഹായം തേടുന്നത് നല്ലതാണ്. തൊഴിലുടമയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓഫീസറുമായി ചർച്ച ചെയ്യുക. അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ നടപടികൾ ഗുണകരമാണ്. കാരണം ഇത്തരം തട്ടിപ്പുകൾ വഴിയാണ് യഥാർത്ഥ കഴിവുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്. എന്നാൽ അറിയാതെ പോലും ഇത്തരം തട്ടിപ്പ് കമ്പനികളുടെ ഭാഗമാകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം. നിയമവിരുദ്ധമായ എളുപ്പവഴികൾ നിങ്ങളുടെ ഭാവി നശിപ്പിക്കുമെന്ന് ഓർക്കുക. ഈ വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം പിന്തുടരുക. സുരക്ഷിതരായിരിക്കുക, കൃത്യമായ പാതയിലൂടെ മുന്നേറുക.